ഇത് ജേർണൽ ചെയ്യാൻ ഇഷ്ടമാണ്. ബട്ട് സർപ്രൈസ് ഇല്ലാതെ എന്തെങ്കിലും പ്രശ്നമെന്ന വീഡിയോ നിങ്ങൾക്കുള്ളത്. അത് എൻ്റെ പിൻട്രസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് താഴെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന അതിൽ കോളേജ് സെലക്ട് ആകുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും. അതിലും പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യും. നമുക്ക് എങ്ങനത്തെ ടൈപ്പ് ജേർണലാണ് ചെയ്യുക അതിനനുസരിച്ച് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ജേർണൽ ബാക്ക്ഗ്രൗണ്ട്. ഞാൻ എൻ്റെ ഫേവറേറ്റ് ഡ്രാമയെ കുറിച്ചിട്ടാണ് ജേർണൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ജേർണൽ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ജേർണൽ ബാക്ക്ഗ്രൗണ്ട് സെർച്ച് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് നമുക്ക് എന്നിട്ട് നമ്മൾ ആ പേജിലിട്ട് ആഡ് ആക്കി ദെൻ നമുക്കത് സൂം ഔട്ട് ആൻഡ് സൂം ഇൻ ആക്കാൻ പറ്റും. ആൻഡ് ഞാൻ സെലക്ട് ആക്കിയിട്ട് വീണ്ടും പോയിട്ട് നമുക്ക് ആ ഡ്രാമിനെ കുറിച്ചിട്ടുള്ള ഫോട്ടോസ് ഓർ സ്റ്റിക്കേഴ്സ് നമുക്ക് ഇതിന് സെലക്ട് ആക്കാൻ പറ്റും. ഫുൾ ഫ്രീ ആണ് കേട്ടോ. അങ്ങനെ പിൻട്രസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്ക് ഇങ്ങനെ കട്ടൗട്ട് ഓർ കട്ടൗട്ട് അല്ലാതെ എടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ നമുക്ക് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റും. ആൻഡ് നമുക്ക് ഇങ്ങനെ കുറേ ഫോട്ടോസ് വെക്കാം കേട്ടോ. ഫോട്ടോസ് ആൻഡ് സ്റ്റിക്കേഴ്സ്. ആൻഡ് ഞാനിപ്പോൾ കട്ടൗട്ട് ഇല്ലാതാണ് വെക്കുന്നത്. നമുക്കൊരു പോളറോഡ് ടൈപ്പ് ഫോട്ടോസാണ് ഞാൻ ഇപ്പോൾ വെക്കുന്നത്. ആൻഡ് അടിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഫോൺസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക്. ദെൻ ഞാനൊരു ചെറിയ കോഡ്സ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്റ്റിക്കേഴ്സ് സെർച്ച് ചെയ്യുമ്പോൾ കുറേ സ്റ്റിക്കേഴ്സിൻ്റെ ഓപ്ഷൻസ് വരും. ഞാൻ അതിനെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റിക്കർ, ഒരു ബൊക്കേൻ്റെ സ്റ്റിക്കർ എടുത്തിട്ട് നമുക്കതിങ്ങനെ കട്ടൗട്ടാക്കി വെക്കാൻ പറ്റും. ദെൻ ഞാനതൊരു സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ വാഷി ടേപ്പ് കൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് വരാൻ വേണ്ടി ടേപ്പ് സെർച്ച് ചെയ്താൽ മതി. ഇപ്പോൾ പല കളേഴ്സിലെ ടേപ്പ് വരും. നമ്മൾ ഇഷ്ടമുള്ള കട്ടൗട്ട് ചെയ്ത് വെച്ചാൽ മതി. ആൻഡ് ഞാനങ്ങനെ 2 ടേപ്പ് എടുത്ത് 2 ഫോട്ടോസിൻ്റെയും ആ സൈഡിലായിട്ട് നമ്മളിങ്ങനെ ഒട്ടിക്കുന്ന ആ ഒരു എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലുള്ള ഗാലറി എന്നുള്ള ഓപ്ഷനിൽ പോയി നമുക്ക് ഗാലറിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഈ ഒരു ജേർണലിലേക്ക് ഫോട്ടോസ് വെക്കാൻ പറ്റും. നമ്മളെ ഗാലറിയുള്ള ഫോട്ടോസ് തന്നെ. പിന്നെ ഈ ഗാലറി എന്നുള്ള ഓപ്ഷൻ്റെ അപ്പുറത്ത് തന്നെ ക്യാമറ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഫോട്ടോ എടുത്ത് വെക്കാം. പിന്നെ ഞാൻ ഒരു ഡ്രാമൻ്റെ ഒരു കട്ടൗട്ട് പോലെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഹീറോയിൻ്റെയും ഒരു ഫോട്ടോ എടുത്ത് കട്ടൗട്ട് ആക്കിയിട്ട് ഇങ്ങനെ ഒരു ടൈപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് ഈ ഡ്രാമ കണ്ടിരിക്കുന്നത് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രാമ കേട്ടൊരു കോളേജ് ലവ് സ്റ്റോറി. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എല്ലാവരും ഫേവറേറ്റ് ഡ്രാമ ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രാമ കേട്ടത് ഞാൻ ഇതിനെക്കുറിച്ച് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോക്ക് വേണ്ടി വെറുതെ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് ഇതിൽ നന്നായിട്ട് ചെയ്യാം. നിങ്ങൾ ഇഷ്ടമുള്ള ടൈപ്പിൽ ചെയ്യാം. നമ്മളിപ്പോൾ സപ്ലൈസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ സപ്ലൈസിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു ഐഡിയ ആണ്. നമുക്ക് വേണമെങ്കിൽ പ്രിൻ്റ് എടുത്ത് നമ്മൾ ജേർണൽ ബുക്കിലൊക്കെ ഒട്ടിച്ച് വെക്കാം. ഞാനിത് സേവ് ആക്കാൻ മേലുള്ള 3 ഡോട്ടിൽ സേവ് ഡ്രാഫ്റ്റ് ആൻഡ് എക്സിറ്റ് ആക്കിയാൽ മതി.